അസ്സലാമു വറഹ്മത്തുള്ളാഹി. മൂന്നാം ക്ലാസ്സിലെ ലിസാനുൽ ഖുർആനിൻ്റെ 10ാമത്തെ പാഠവും മോഡൽ ചോദ്യപേപ്പറുമാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. നേരത്തെ നമ്മൾ ലിസാനുൽ ഖുർആൻ്റെ 9 പാഠത്തിൻ്റെയും പ്രധാനപ്പെട്ടതും റിവിഷനും നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർ അത് പോയി കാണുക. ഇനി അവസാനത്തെ പാഠം 10ാമത്തെ പാഠത്തിൻ്റെ റിവിഷനാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇവിടെ ഹാദിഹി ഹദിയ്യത്തുൽ ലക്കി എന്നാണ് പാഠത്തിൻ്റെ ഹെഡിങ്. എന്താണ്? ഇത് നിനക്കുള്ള ഗിഫ്റ്റാണ് എന്ന് ഉപ്പ മോക്ക് കൊടുക്കുന്ന ഗിഫ്റ്റാണ്. ഉപ്പയും ഉമ്മയും മോളും ആണ് അവിടെ ഉള്ളത്. അപ്പോൾ ഉപ്പ എന്ത് ചെയ്യുന്നു? മോക്ക് കൊടുക്കുകയാണ്. എന്ത് ഗിഫ്റ്റ് കൊടുക്കുകയാണ്? അതിൻ്റെ ചിത്രമാണ് അവിടെ കാണുന്നത്. അപ്പോൾ ഗിഫ്റ്റ് കൊടുക്കണമെങ്കിൽ എന്തെങ്കിലും ജയിക്കലോ എന്തെങ്കിലും സംഭവം ഉണ്ടാവുമല്ലോ. അപ്പോൾ എന്താ സംഭവം? ലഹറത്ത് നതീജത്തുൽ ഇംതിഹാനിൽ ആമിയി ലി സഫി സാലിസ്. 3ാം ക്ലാസ്സിലെ പൊതുപരീക്ഷയുടെ റിസൾട്ട് പുറത്തു വന്നു, പബ്ലിഷ് ചെയ്തു. അപ്പോൾ ഒരു പക്ഷേ ഇത് പരീക്ഷയ്ക്ക് മലയാളത്തിലേക്ക് മാറ്റാൻ വന്നേക്കാം. 3ാം ക്ലാസ്സിൽ പൊതുപരീക്ഷ ഉണ്ടോയെന്നൊന്നും സംശയിക്കേണ്ട. ഇവിടെ നമ്മൾ പൊതുപരീക്ഷ പറഞ്ഞാൽ വാർഷിക പരീക്ഷയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ 3ാം ക്ലാസ്സിലെ വാർഷിക പരീക്ഷയ്ക്ക് അല്ലെങ്കിൽ പൊതുപരീക്ഷയുടെ റിസൾട്ട് പുറത്തു വന്നു എന്നാണ് ഇതിൻ്റെ അർത്ഥം. അപ്പോൾ ഇത് നിങ്ങൾ മനസ്സിലാക്കുക. എന്ത്? സൊഫു സാലിസ് പറഞ്ഞ 3ാം ക്ലാസ്, അത് നിങ്ങൾക്കറിയാം. ഇംതിഹാൻ പറഞ്ഞ പരീക്ഷയാണ് കേട്ടോ. ഇംതിഹാൻ പറഞ്ഞ പരീക്ഷ, നതീജ പറഞ്ഞ റിസൾട്ട്. അപ്പോൾ ഇത് മലയാളത്തിലേക്ക് എഴുതാൻ വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യണം? എഴുതണം. അപ്പോൾ അത് കാര്യമായിട്ട് കാണാതെ പഠിക്കുക. നജഹത്ത് ജുമാന ബി അലാമാത്തിൻ ഫായിക്ക. ഉന്നത മാർക്കോട് കൂടി ജുമാനയാണ് ഈ പെൺകുട്ടിൻ്റെ പേര്. ജുമാന പാസ്സായി. ഫസ്രത്തില ഉമ്മിഹ. റിസൾട്ട് അറിഞ്ഞപ്പോൾ ആ സന്തോഷത്തോടെ പെട്ടെന്ന് ഉമ്മാൻ്റെ അടുത്തെത്തി. ജുമാന അസ്സലാമു അലൈക്കും യാ ഉമ്മി അൽഹംദുലില്ലാ നജഹ്തു ഫിൽ ഇംതിഹാനി ബി അലാമാത്തിൻ ഫായിക്ക. നിങ്ങൾക്കറിയാലോ അതിൻ്റെ അർത്ഥം എന്താണ്? ഞാൻ നല്ല മാർക്കോട് കൂടി പാസ്സായി ഉമ്മ, സന്തോഷമുണ്ട്, അൽഹംദുലില്ലാ. അപ്പോൾ അസ്സലാമു അലൈക്കും ചോദിച്ചാൽ ഉമ്മ എന്താ പറയുക? ഉമ്മ വഅലൈക്കും അസ്സലാം, മാഷാ അല്ലാഹ് അഹ്സൻതി. അപ്പോൾ ഈ പാഠത്തിൽ പഠിക്കാനുള്ളത്, നമ്മൾ ഒരാളോട് സലാം പറഞ്ഞാൽ അയാൾ എങ്ങനെ സലാം അടക്കും, അത് രണ്ടും നമുക്ക് അറിയുന്ന കാര്യമാണ്. അസ്സലാമു അലൈക്കും വഅലൈക്കും അസ്സലാം. പിന്നെ ഒരു സന്തോഷ വാർത്ത അറിയിച്ചപ്പോൾ എന്താ പറഞ്ഞത്? കുട്ടി ജയിച്ചു എന്ന കാര്യം. ആ ജുമാന നല്ല മാർക്കോടെ പാസ്സായി എന്ന് പറഞ്ഞപ്പോൾ ഉമ്മ എന്താ പറഞ്ഞത്? മാഷാ അല്ലാ അഹ്സൻതി, വെരി ഗുഡ് എന്നർത്ഥം. അപ്പോൾ അങ്ങനെയാണ് പറയേണ്ടത്. അതാണ് ഇവിടെ പഠിക്കേണ്ടത്. യാ ഇബ്നത്തി, എൻ്റെ മോളെ, ലക്കി ഹദിയത്തു മിന്നി ഇൻഷാ അല്ലാ, നിനക്ക് എന്നിൽ നിന്നൊരു ഗിഫ്റ്റ് ഉണ്ട്, ഒരു സമ്മാനം ഉണ്ട് എന്നാണ് ഉമ്മ പറയുന്നത്. ജുമാന. അപ്പോൾ ജുമാന പറയാണ് ഹയ്യാക്കില്ല. എന്താ അതിൻ്റെ അർത്ഥം? നിങ്ങൾക്ക് അള്ളാഹു ദീർഘായുസ് നൽകട്ടെ എന്നർത്ഥം. ഹയ്യാക്കില്ല, ഉമ്മാക്ക് അള്ളാഹു ദീർഘായുസ് കൊടുക്കട്ടെ എന്ന് ആര് പറയാണ്? ജുമാന പറയാണ്. ഫിൽ മസാഇ, വൈകുന്നേരം ജാ അബൂഹ ബിൽ ഹദിയ, ഉപ്പ ഗിഫ്റ്റുമായി വന്നു. അപ്പോൾ അൽ അബു അസ്സലാമു അലൈക്കും വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ഉപയോഗിക്കുന്നത് എന്താ? യാ ഇബ്നതി ബാറക്കല്ലാഹു ഫീക്ക്, അള്ളാഹുവിനക്ക് ബർക്കത്ത് ചെയ്യട്ടെ. അന മസ്റൂറുൻ ബിനജാഹിക ഹാദിഹി ഹദിയത്തുൽ ലക്കി. ഞാൻ വലിയ സന്തോഷമുണ്ട് ഇനി ജയിച്ചതിൽ. ശുക്രൻ യാബത്തി ജസാക്കല്ലാഹ്. അപ്പോൾ നമ്മളിവിടെ ഈ പാഠത്തിൽ പഠിക്കാനുള്ളത്, അസ്സലാമു അലൈക്കും ചോദിച്ചാൽ എന്ത് പറയണം? വഅലൈക്കും അസ്സലാം. അതുപോലെ ഒരു നല്ല വിജയം കിട്ടി എന്ന് പറയുമ്പോൾ എന്താ പറയണ്ടത്? വെരി ഗുഡ് എന്നുള്ളതിന് എന്താ? അഹ്സൻത. ആണിനോടാണെങ്കിൽ അഹ്സൻത, പെണ്ണിനോടാണെങ്കിൽ അഹ്സൻതി. അപ്പോൾ ഇതാണ് ഇവിടെ പഠിക്കുക. അൽഹംദുലില്ലാ, അഹ്സൻതി, മാഷാ അല്ലാ, ഇൻഷാ അല്ലാ. ഒരു കാര്യം ചെയ്യാൻ പോകുമ്പോൾ നമ്മൾ പറയുന്നത് ഇൻഷാ അല്ലാ. പിന്നെ ഹയ്യാക്കില്ല, അള്ളാഹു ദീർഘായുസ് നൽകട്ടെ. ബാറക്കല്ലാ, അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ശുക്രൻ ജസാക്കല്ലാ, അസ്സലാമു അലൈക്കും വഅലൈക്കും അസ്സലാം. ഇനി ഈ പാഠം വളരെ സിമ്പിളായൊരു പാഠമാണ്. ഇനി ഇവിടെ നോക്കുക. ഇവിടെ ഒരു ഫോർമാറ്റ് വേണം. റബ്ബുൻ, അതിലേക്ക് യാ കൂട്ടിയാൽ എൻ്റെ റബ്ബേ എന്നെങ്ങനെ പറയാം? യാ റബ്ബി. അഹുൻ എന്ന് പറഞ്ഞാൽ സഹോദരൻ. എൻ്റെ സഹോദരൻ എങ്ങനെ പറയാം? എൻ്റെ സഹോദരനെ വിളിക്കുകയാണ് യാ അഖീ, യാ ഉഖ്തി, യാ ഇബ്നി, യാ ഉസ്താദി, എൻ്റെ ഉസ്താദേ. സ്വദീഖ്, എൻ്റെ സ്വദീഖി എങ്ങനെ പറയാം? യാ സ്വദീഖി. എൻ്റെ ഉപ്പ എങ്ങനെ വിളിക്കുക? യാ അബീ. എൻ്റെ ഉപ്പാപ്പ യാ ജദ്ദി. മനസ്സിലായോ? അപ്പോൾ യാ ചേർത്തിട്ട് അവസാനം തുടക്കത്തിലൊരു യാ കൊടുക്കുക, അവസാനം യാ കൊടുക്കുക. എന്നിട്ട് ഇവിടെ എന്ത് ചെയ്യുക? അടിയിൽ കസർ കൊടുക്കുക. അപ്പോൾ അഹു എന്നുള്ള എന്താക്കും? അഹീ എന്നാവും. എന്നിട്ട് അവസാനം യാ കൊടുത്ത് അഹീ എന്നാവും. എന്നിട്ട് തുടക്കത്തിൽ യാ കൊടുക്കുക. അപ്പോൾ യാ അഹീ, യാ ഉഖ്തി, യാ ഇബ്നി. ഇനി നമുക്ക് ഈ പാഠത്തിൽ ഏറ്റവും മർമ്മപ്രധാനവും പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ളതും ഈ സംഭാഷണമാണ് ഈ പരീക്ഷയ്ക്ക് വരിക. അപ്പോൾ ഇത് നമുക്കറിയാം. അസ്സലാമു അലൈക്കും എന്നാണ് ഇവിടെ എഴുതി കൊടുക്കേണ്ടത്. അപ്പോൾ ഉത്തരം വഅലൈക്കും അസ്സലാം എന്നാണ്.
അവിടെ കൊടുത്തിട്ടുണ്ട് അസ്സലാമു അലൈക്കും കൊടുത്ത് വലൈക്കും അസ്സലാം. അത് റെഡിയല്ലേ? അത് സെറ്റാണ്. ഇനി ലേഷ് അൽ ഹാൽ എന്നുണ്ട്. ഹൗ ആർ യു എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ ചോദിക്കും. അപ്പോൾ അറബിയിൽ എങ്ങനെ ചോദിക്കുക? കൈഫ് അൽ ഹാൽ. അത് നിങ്ങൾ പഠിക്കണം കേട്ടോ. അത് നിങ്ങൾ കാണാതെ പഠിക്കണം. ഒരു പക്ഷേ പരീക്ഷയ്ക്ക് വരും. എങ്ങനെ കണ്ട കൈഫ കണ്ടോ? കൈഫ. അപ്പോൾ കൈഫ ഇവിടെ എഴുതി കൊടുക്കുക. അപ്പോൾ കൈഫൽ ഹാൽ എന്ന് പഠിക്കണം. കൈഫൽ ഹാൽ, ഹൗ ആർ യു, കൈഫൽ ഹാൽ. അപ്പോൾ കൈഫൽ ഹാൽ ചോദിച്ചാൽ എന്താ പറയണ്ടത്? സൈൻ അൽഹംദുലില്ല എന്ന്. അൽഹംദുലില്ലയുടെ ഇതാ സൈൻ അൽഹംദുലില്ല. അപ്പോൾ ഈ ചോദ്യ ഉത്തരം നിങ്ങൾ കാണാതെ പഠിക്കണം. എന്താണ്? കൈഫൽ ഹാൽ സൈൻ അൽഹംദുലില്ല, കൈഫൽ ഹാൽ സൈൻ അൽഹംദുലില്ല, കൈഫൽ ഹാൽ സൈൻ അൽഹംദുലില്ല. ഇനി ഇവിടെ ഹല്ലുണ്ട് അല്ലേ? ഹല്ല് ചോദ്യം വന്നാൽ ഉത്തരം നഅം എന്നായിരിക്കും. അത് നിങ്ങൾ പഠിച്ചു വെച്ചോളി. ഹല്ല് ഉണ്ടെങ്കിൽ, ചോദ്യത്തിൽ ഹല്ലുണ്ടെങ്കിൽ ഉത്തരം, അതിൻ്റെ ഉത്തരത്തിൽ അടുത്ത വരിയിൽ എന്താ ചെയ്തിട്ടുണ്ട്? നഅം അല്ലെങ്കിൽ ഇല്ല. ഇവിടെ ചോദ്യം എന്താണ്? ഹൽ ഫിൽ ഇംതിഹാൻ. അപ്പോൾ നീ പരീക്ഷയിൽ പാസ്സായോ എന്നാണ് ചോദിക്കുന്നത്. പാസ്സായോ എന്നുള്ളതിന് എന്താ? നജഹത്ത. അപ്പോൾ ഹൽ നജഹത്ത. കണ്ടോ? അപ്പോൾ ഹൽ നജഹത്ത ഫിൽ ഇംതിഹാൻ. നഅം നഅം നജഹ്തു ബിൽ അലാമാത്തിൻ ഫായിഖ. നഅം നജഹ്തു ബി അലാമാത്തിൻ ഫായിഖ. ഉന്നത മാർക്കോടെ ഞാൻ പാസ്സായി. അപ്പോൾ ഇവിടെ പഠിക്കേണ്ട 2 പോയിന്റ് നമ്മൾ പഠിച്ചു. കൈഫൽ ഹാൽ സൈൻ അൽഹംദുലില്ല, പിന്നെ ഹൽ നജഹത്ത ഫിൽ ഇംതിഹാൻ, നഅം നജഹ്തു ബി അലാമാത്തിൻ ഫായിഖ. ഇനി അപ്പോൾ ഉസ്താദ് എന്താ പറയുന്നത്? മാഷാ അല്ലാഹ്, മാഷാ അല്ലാഹ്, പിന്നെ ലക ഹദിയത്തും മിന്നി, ലക ഹദിയത്തും മിന്നി. മാഷാ അല്ലാഹ്, വളരെ ഉഷാറായിട്ടുണ്ട്. മാഷാ അല്ലാഹ് ലക ഹദിയത്തും മിന്നി. അപ്പോൾ പിന്നെ ഗുലാം കുട്ടി എന്താ പറയാ? ശുക്രൻ ഇൻഷാ അല്ലാഹ്, ശുക്രൻ ഇൻഷാ അല്ലാഹ്. ഇവിടെയാണ് ഇൻഷാ അല്ലാഹ് കൊടുക്കണം. ശുക്രൻ ഇൻഷാ അല്ലാഹ്. പഠിച്ചോ? അപ്പോൾ ഇവിടെ പഠിക്കേണ്ട കാര്യം പറഞ്ഞില്ലേ? ഇനി നമ്മൾ ഇവിടെ നോക്കുക. മാ തഷാ ഊന ഇല്ലാ യഷാ അല്ലാഹ്. ഇത് നമ്മൾ പഠിച്ചത്, ഈ പാഠത്തിൽ പഠിച്ചത് എന്താ ഉള്ളത്? യഷാ ഉല്ലാഹ്. ഇവിടെ എന്താ ഉള്ളത്? മാഷാ അല്ലാഹ്. ഇവിടെ എന്താ ഉള്ളത്? അൽഹംദുലില്ല. ഇവിടെ എന്താ ഉള്ളത്? സലാമുൻ അലൈക്കും. പിന്നെ ഇത് കോപ്പി എഴുതാനാണ്. അപ്പോൾ ഈ പാഠത്തിൽ നിങ്ങൾ നിർബന്ധമായി പഠിക്കേണ്ടത് അസ്സലാമു അലൈക്കും വലൈക്കും സലാം, കൈഫൽ ഹാൽ സൈൻ അൽഹംദുലില്ല, ഹൽ എന്ന് ചോദിച്ചാൽ നഅം, പിന്നെ ശുക്രൻ ഇൻഷാ അല്ലാഹ്, പിന്നെ ജസാക്കല്ലാ. ജസാക്കല്ലാ പറയേണ്ട ഇവിടെ? അതാ ജസാക്കല്ലാ, ജസാക്കല്ലാ, ഹയ്യാക്കില്ല, ബാറക്കല്ലാ. ഇതൊക്കെ പഠിക്കുക ഇൻഷാ അല്ലാഹ്. അപ്പോൾ നമ്മൾ 10 പാഠവും റിവിഷൻ കഴിഞ്ഞു. ഇനി നമ്മൾ ഇവിടെ ഒരു മോഡൽ ചോദ്യ പേപ്പർ തന്നിട്ടുണ്ട്. അതിൻ്റെ ഉത്തരങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഒന്നാമത്തെ ചോദ്യം ഐനൽ ഹക്കീബ. ഇങ്ങനൊരു ചോദ്യം വരുമ്പോൾ ആദ്യം എൻ്റെ കുട്ടികൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾക്കൊന്നും അറിയില്ലെങ്കിലും ഈ ഐന ഒഴിവാക്കിയിട്ട് ബാക്കി എന്തുള്ളത്? ഹക്കീബ. അതിങ്ങോട്ട് കോപ്പി അടിച്ച് എഴുതുക. മനസ്സിലായോ? വേറെ ഒന്നും നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ഇതിങ്ങോട്ട് കോപ്പി അടിക്കേണ്ട, കോപ്പി അടിച്ച് എഴുതുക. ഐന വേണ്ട, ഐന വേണ്ട, അൽ ഹക്കീബത്തു. എന്നിട്ട് എന്താണ് ഇവിടെ എഴുതേണ്ടത്? അല ത്വാവിലത്തി. അല എന്ന് എഴുതുമ്പോൾ ഐന എഴുതിയിട്ട് പിന്നെ ഇങ്ങനെയാണ് അല ഇത് അല്ലേ? അല, അല ത്വാവിലത്തി. ത്വാവിലത്തിൻ്റെ മുകളിൽ. അപ്പോൾ ത്വാവിലത്ത് നമുക്ക് മുട്ടിക്കാൻ പാടില്ല, മുട്ടിക്കാതെ എഴുതണം ത്വാവിലത്തി. മനസ്സിലായല്ലോ? പിന്നെ അടുത്തത് ഐനൽ കലമു. അപ്പം നിങ്ങൾ പറയും എന്താണ് ഇങ്ങോട്ട് കോപ്പി അടിച്ച് എഴുതേണ്ടത്? അൽ കലമു കീശയിലാണ്. എങ്ങനെ പറയാ? ഫിൽ ജൈബി. ഫി എന്ന് എഴുതുന്ന സമയത്തും ഇതേപോലെ തന്നെ അല്ലേ യാ ഉണ്ടാവും. ഫിൽ ജൈബി. അൽ ജൈബി അലിഫ് മുട്ടിക്കൂല, അങ്ങനെ മുട്ടിക്കാതെ എഴുതും. ഫിൽ ജൈബി. ഓക്കെ. അടുത്തത് നുമയ്യിസുൽ അഫ്ആലുൽ മാദിയത വൽ മുദാരിയത മിനൽ ആതിയതി. താഴെ തന്നിരിക്കുന്ന ഫീലിൽ നിന്ന് മാലിയും മുദാരിയും വേർതിരിക്കാനാണ്. എന്താ മാലി എന്ന് പറഞ്ഞാൽ? മാലി എന്ന് പറഞ്ഞാൽ കഴിഞ്ഞു പോയത്, അതായത് ഞാൻ കുടിച്ചു, ഞാൻ സ്കൂളിൽ പോയി, ഞാൻ മദ്രസ പോയി, അങ്ങനെ നമ്മൾ ചെയ്തു പോയ കാര്യങ്ങളാണ് മാലി. അതൊക്കെ ഇപ്പോൾ നമ്മൾ എങ്ങനെ മനസ്സിലാക്കുക? ഇവിടെ അറബിയല്ലേ, അറബിയാണെങ്കിൽ പിന്നെ നമുക്ക് എങ്ങനെ മനസ്സിലാവുമോ ഇത് മാദിയാണോ മുദാരിയാണോ? നമുക്ക് അർത്ഥം അറിയില്ലല്ലോ. അതിനൊരു പണിയുണ്ട്. അതെന്താ? മാലി എപ്പോഴും അവസാനം ഫതഹ ആയിരിക്കും, അധികവും അവസാനത്തെ അക്ഷരം ഫതഹ ആയിരിക്കും. മനസ്സിലായോ? മുദാരി ആണെങ്കിൽ എപ്പോഴും അവസാനത്തെ അക്ഷരം എന്തായിരിക്കും? ലമ്മായിരിക്കും. ഞാൻ ട്രിക്ക് പറഞ്ഞുതരാണേ. നിങ്ങൾ പറയും മാലിയാണോ മുദാരിയാണോ? അവസാനം ലമ്മുണ്ട്. മാലിയ മുദാരിയാ? മുദാരി. ദസല്ലമ അവസാനം ഫതഹാണ്. അപ്പോൾ ഏതാണ്? മാലി. നസഖ ഏതാ? മാലി. യദ്ഹബു മുദാരി. യതവല്ലു മുദാരി. ദഖല മാലി. കണ്ട ട്രിക്ക് മനസ്സിലായി നിങ്ങൾക്ക്? അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ അർത്ഥം അറിഞ്ഞിട്ടില്ലെങ്കിലും ഉത്തരം എഴുതാനുള്ള ട്രിക്കാണ് ഞാൻ പറഞ്ഞത്. മനസ്സിലായില്ലേ? അവസാനത്തെ അക്ഷരത്തിന് ഫതഹ ആണെങ്കിൽ അത് മാലി ആയിരിക്കും, അവസാനത്തെ അക്ഷരത്തിന് ലമ്മാണെങ്കിൽ അത് മുദാരി ആയിരിക്കും. ഓക്കെ. അടുത്ത് കുൽ ഡാഷ് അല്ലാഹു അഹദ്. എന്താ ശരി? കുൽ ഹുവല്ലാഹു അഹദ് അല്ലേ? അടുത്ത്
രണ്ടാമത്തെ യാ ഇബിനു ഡേഷ് ദാരിസുൻ. അപ്പോൾ ഇവിടെ എന്തൊക്കെയുണ്ട്? അന്തുണ്ട്, അന്തിണ്ട്, അന്തുമുണ്ട്, അനുണ്ട്, ഹിയ ഉണ്ട്. യാ ഇബിനു യാ വന്നു കഴിഞ്ഞാൽ എന്ത് വരും? അന്ത വരും. മനസ്സിലായി? അന്ത, അന്തി, അന്തുമൊക്കെ വരും യാ വന്നാൽ. അപ്പം ഇനി ഇവിടെ ആണാണോ പെണ്ണാണോ നോക്കാം. ഇവിടെ ആണാണ്. അപ്പോൾ ഇതിൽ ഏതാ കൊടുക്കുക? അന്ത കൊടുക്കുക. രണ്ടാളില്ല, ഒരാളുള്ളൂ. അപ്പോൾ അന്ത. അപ്പോൾ യാ ഇബിനു അന്ത ദാരിസുൻ. അടുത്ത് ഡാഷ് ദാരിസുൻ ഇസ്മി അനസുൻ. എൻ്റെ പേര് അനസാണ്. അപ്പോൾ ഞാൻ വിദ്യാർത്ഥിയാണെന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ അന, ഞാൻ എന്നുള്ളത് എന്താ പറയുക? അന. ഇവിടെ അനയാണ് വേണ്ടത്. അടുത്ത് യാ ഇബിനാനി ഡാഷ് ദാരിസൻ. യാ ഉണ്ടല്ലോ, യാ ഉണ്ട്. ഓക്കെ, യാ ഉണ്ട്. യാ ഉണ്ടെങ്കിൽ ഏതാ വരിക? അന്തൻ്റെ കുടുംബക്കാരാ വരിക. യാ ഉണ്ടെങ്കിൽ അന്തൻ്റെ കുടുംബക്കാരാ വരിക. അന്തൻ്റെ കുടുംബക്കാർ ആണാണോ പെണ്ണാണോ നോക്കണം. പിന്നെ ഒരാളാണോ രണ്ടാളാണോ നോക്കണം. ഇവിടെ ഇബിനാനി എന്ന് പറയുമ്പോൾ ഒരു അലിഫും ഒരു നൂനും കണ്ടോ? അവസാനം അലിഫും ഒരു നൂനും കണ്ടോ? അപ്പോൾ രണ്ടാളാണെങ്കിൽ ഈ അന്ത, അന്തുമ, അന്തും എന്നുള്ളതിൽ അലിഫുള്ളത് ഏതാണെന്ന് നോക്കുക. അന്ത ഉണ്ട് ഇവിടെ, അന്തിണ്ട്, അന്തുമ ഉണ്ട്. ഏതാ അലിഫുള്ളത്? അന്തുമ. അപ്പോൾ അന്തുമയാണ് എഴുതേണ്ടത്. ട്രിക്ക് മനസ്സിലായോ? അതായത് യാ വന്നാൽ എപ്പോഴും അന്തൻ്റെ കുടുംബക്കാരെ എഴുതാൻ പാടുള്ളൂ. അത് ആദ്യം നിങ്ങൾ ഉറപ്പിക്കുക. യാ വന്നാൽ അന്തൻ്റെ കുടുംബം എഴുതാൻ പാടുള്ളൂ. അത് ആദ്യം ഉറപ്പിച്ചല്ലോ. രണ്ടാമത്തെ നോക്കേണ്ടത് ഇതിന് ശേഷമുള്ളത് ആണാണോ പെണ്ണാണോ നോക്കുക. ഇതാണാണ്. പെണ്ണാണെങ്കിൽ ഇവിടെ താക്കുണ്ടാവും. ഇതാണാണ്. ഇനി ആണാണെന്ന് ഉറപ്പിച്ചു. ഇനി കുറേ ആളുണ്ടോ രണ്ടാളുണ്ടോ ഒരാളാണോ? അതെങ്ങനെ നോക്കുക? അവസാനം അലിഫും നൂനും ഉണ്ടെങ്കിൽ രണ്ടാളായിരിക്കും. അപ്പോൾ രണ്ടാളാണ് ഇവിടെ. രണ്ടാളാവുമ്പോൾ അന്തൻ്റെ കുടുംബത്തിൽ അലിഫുള്ളത് ഏതാ നോക്കുക. അന്ത, അന്തുമ, അതാണ് അലിഫുള്ളത്. അപ്പോൾ അന്തുമയാണ് ഇങ്ങോട്ട് എഴുതേണ്ടത്. മനസ്സിലായോ? അടുത്ത അഞ്ചാമത്തെ ചോദ്യം ഡാഷ് ദാരിസത്തുൻ ഇസ്മുഹ അഫീഫ. അപ്പോൾ ഇവിടെ ഡാഷ് ദാരിസത്തുൻ അവള് വിദ്യാർത്ഥി. അവൾ എന്നാണ് പറയേണ്ടത്. അവൾ എന്നുള്ളത് എന്താ പറയേണ്ടത്? ഈ ഹിയ. ഇതാണ് ഹിയ. അടുത്ത് യാ ബിന്ദു, യാ വന്നു അല്ലേ. ബിന്ദു ദാരിസത്തുൻ പെണ്ണാണ്. അപ്പോൾ ഇവിടെ എന്തായിരിക്കും? അന്തിയാണ് അല്ലേ. അന്തി. എവിടെ അന്തി? ഇത് അന്തി. കണ്ടോ? അതാണ് ഉത്തരം. അടുത്ത് നോക്കാം. എന്താണ്? നസ്ലു ബിൽ ഇദ്ദി മുനാസിബിൻ. അതായത് ഓപ്പോസിറ്റിലേക്ക് വരക്കാനാണ്. ഇത് നമ്മൾ നിർബന്ധമായി പഠിക്കാം കേട്ടോ. അതായത് അമാമ്, യമീന്, ഷിമാല്, അമാമ്, വറാ, തഹ്ത്ത്, ഫൗക്ക്, അത് നിർബന്ധമായും പഠിക്കണം. അതാണ് ഇവിടെ വന്നത്. അമാം ഫ്രണ്ട്, അതിൻ്റെ ഓപ്പോസിറ്റ് എന്താ? ബാക്കിന് എന്താ പറയുക? വറാ. യമീൻ എന്ന് പറഞ്ഞാൽ റൈറ്റ്. അപ്പോൾ ലെഫ്റ്റ്, ഇടത് ഭാഗത്തിന് എന്താ പറയുക? ഷിമാൽ. യമീൻ, ഷിമാൽ. തഹ്ത്ത് പറഞ്ഞാൽ താഴെ. അപ്പോൾ മുകളിൽ എന്താ പറയുക? ഫൗക്ക്. ഇനി നമ്മൾ അടുത്ത പേജിലേക്ക് പോവാണ്. അതാ എന്താണ്? പിന്നെ എന്ത് എഴുതാൻ വന്നപ്പോൾ? ജം എഴുതാൻ അല്ലേ, മുഫ്രദ് എഴുതാൻ. സാധാരണ നമുക്ക് ജം എഴുതാനാണ് പരീക്ഷയ്ക്ക് വരില്ല അല്ലേ. അരക്കൊല്ല പരീക്ഷയ്ക്കൊക്കെ നമുക്ക് കുറേ എണ്ണത്തിന് എന്താ പറയുക എന്നുള്ള എഴുതാൻ പറഞ്ഞ്. പക്ഷേ ഇവിടെ കണ്ട മോഡൽ ചോദ്യ പേപ്പറിൽ ഏകവചനം എഴുതാൻ ഒരെണ്ണത്തിന് എന്താ പറയാന്ന്. അപ്പോൾ അങ്ങനെയും ചോദ്യം വരും. അപ്പോൾ കൊല്ല പരീക്ഷയ്ക്ക് ഇങ്ങനെ ഒരു ചോദ്യം ഉണ്ടാകാൻ സാധ്യത ഉണ്ട് അല്ലേ. അപ്പോൾ തുല്ലാബ് എന്നുള്ളതിൻ്റെ ഒരു വിദ്യാർത്ഥി എന്നുള്ളത് എന്താ പറയുക? തോലിബ്. ഔറാക്ക് പറഞ്ഞാൽ ഇലകൾ. ഒരു ഇല എന്നുള്ളത് എന്താ പറയുക? വറക്ക്. പിന്നെ നെഹ്നു പറഞ്ഞാൽ ഞങ്ങൾ. അപ്പം ഞാൻ എങ്ങനെ പറയാം? അന. അടുത്തത് സ്വദീഖ്. ഇത് എന്താണ്? കുറേ ആൾക്കുള്ളത് പറയാനാണ്. സ്വദീഖ് പറഞ്ഞാൽ ഫ്രണ്ട്സ് എന്ന് എങ്ങനെ പറയാം? അസ്ദിഖാ. അടുത്ത് അന്തി എന്ന് പറഞ്ഞാൽ നീ ഒരു പെണ്ണ്. നിങ്ങൾ കുറേ പെണ്ണുങ്ങൾ എന്ന് എങ്ങനെ പറയാം? അന്തുന്ന. അടുത്ത് ലൗന്, അൽവാന്. അടുത്ത് നോക്കുക. എന്താണ്? പൂരിപ്പിക്കാനാണ്. ഹുവ, ഹുമാ, ഹും, ഹിയ, ഹുമാ, ഹുന്ന. നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടും. അന്ത, അന്തുമ, അന്തും, അന്തി, അന്തുമ, അന്തുന്ന. അടുത്തത് നുക്കമ്മിലു ബിൽ മുനാസിബി, യോജിച്ചുകൊണ്ട് ചേർക്കാനാണ്. ഡാഷ് ഫി യദിക. പിന്നെ ഉസ്താദുക്കി, കിതാബുക്കി, ഇന്ദക കലമുൻ, ഐന, മാത, ഹല്ല്, മന്ന്. അതൊക്കെയാണ് അവിടെ ഉള്ളത്. നോക്കുക. ഐന, ഇതിൻ്റെ അർത്ഥം അറിഞ്ഞാൽ ഇത് എളുപ്പമുണ്ട്. ഐന പറഞ്ഞാൽ എന്താ? എവിടെ. അപ്പം എന്താ ചോദിക്കുക? യദ് പറഞ്ഞാൽ കയ്യല്ല. അപ്പം നിൻ്റെ കൈ എവിടെയും ചോദിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പം എന്താ ഇവിടെ ചോദിക്കുക? ഐന കിതാബുക്കി, നിൻ്റെ പുസ്തകം ഇവിടെ. അപ്പം ഐന ഇവിടെ കൊടുക്കാം. മാതാ പറഞ്ഞാൽ എന്താ അർത്ഥം? എന്ത്. അപ്പം നിൻ്റെ കയ്യിൽ എന്താന്ന് എങ്ങനെ ചോദിക്കുക? മാതാ ഫിയദിക്ക്. അപ്പം മാത ഇങ്ങോട്ട് കൊടുക്കുക. പിന്നെ അടുത്ത് ഹല്ല് പറഞ്ഞാൽ ഉണ്ടോ. അപ്പോൾ നിൻ്റെ ഉസ്താദ് എന്നുണ്ടാവില്ലല്ലോ. പിന്നെ
നിൻ്റെ ഉസ്താദ് ഉണ്ടോ എന്നല്ലല്ലോ ചോദിക്കുക. എന്തൊക്കെ കലമുൻ, എൻ്റെ അടുക്കൽ പേനുണ്ട്. അപ്പോൾ നിൻ്റെ അടുക്കൽ പേനുണ്ടോ എന്ന് ചോദിക്കുക. ഹൽ എന്തൊക്കെ കലമ, ഹല്ല് ഇങ്ങോട്ട് കൊടുക്കുക. ഇവിടെ എന്താണ്, നിൻ്റെ ഉസ്താദ് ആരാണ്, മൻ പറഞ്ഞാൽ ആരാ. അപ്പോൾ ഇതിൻ്റെ അർത്ഥങ്ങൾ നിർബന്ധമായി പഠിക്കണം. മൻ ആര്, ഹൽ ഉണ്ടോ, മാതാ എന്ത്, ഐന എവിടെ. അടുത്തത് നക്തുബുൽ അസ്മാഉൽ ഔറാഖി കമാഫിൽ മിസാൽ, നമ്പറിന് പേരെഴുതാനാണ്, അറബിയിൽ എഴുതാൻ. 11 അഹദ അഷറ. അപ്പോൾ 6 എന്താ പറയുക, സിത്ത. പിന്നെ 5 ഹംസ, 8 എന്താ പറയുക, സമാനിയ. ഇതൊക്കെ എഴുതുമ്പോൾ അവസാനം താവാണ് കേട്ടോ, അത് ഓർമ്മ വേണം. 14 എന്താ പറയുക, അർബാത്ത് അഷറ. 20 എന്താ പറയുക, ഇഷ്റൂൻ. അടുത്ത നുഐരിബു അറബിയാക്കാനാ. ഞാൻ കറുത്ത പൂച്ചയെ കണ്ടു. എങ്ങനെ അറബിയാക്കുക, റഅയ്തു ഞാൻ കണ്ടു. കറുപ്പിന് എന്താ പറയുക, അസ്വദ്. പൂച്ചക്ക് എന്താ പറയുക, ഖിത്ത്. അപ്പോൾ റഅയ്തു ഖിത്തൻ അസ്വദ. അടുത്ത് ഉമ്മ കസേരയിൽ ഇരുന്നു. ഉമ്മക്ക് ഉമ്മ എന്ന് തന്നെ പറയാം. ഇരിക്കണീനാണ് നമുക്ക് പഠിക്കേണ്ടത് അല്ലേ, ജലസ. അപ്പോൾ ഉമ്മയാവുമ്പോൾ പെണ്ണായതുകൊണ്ട് ജലസത്തിൽ ഉമ്മു. ജലസത്തിൽ ഉമ്മു കസേരയിൽ, ഫിൽ കുർസിയി. അടുത്തത് എന്താണ്, നമ്മൾ മലയാളത്തിലേക്ക് മാറ്റാനാണ്. എൽ അബു സാലിമും ബിൽ കുറത്തി. സാലിമ് പന്ത് കൊണ്ട് കളിക്കുന്നു, അല്ലെങ്കിൽ സാലിമ് പന്ത് കളിക്കുന്നു. നദ്ഹബുലി സിയാറത്തിൽ ജദ്. ഞങ്ങൾ ഉപ്പാപ്പയെ സന്ദർശിക്കാൻ പോകുന്നു. അപ്പോൾ ഇതാണ് മോഡൽ പരീക്ഷ, എൻ്റെ ചോദ്യപേപ്പർ. ഇൻഷാ അല്ലാഹ്. അള്ളാഹു എല്ലാവർക്കും